കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് എന്താണ് നടക്കുന്നതെന്ന് കൂടി അറിയണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ തോൽവി പരിശോധിക്കാനുള്ള മാരത്തൺ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റോടെയാണ് ചർച്ച ആരംഭിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരുന്നതിൽ സംസ്ഥാന നേതൃയോഗങ്ങളിൽ തീരുമാനമുണ്ടാകും. പിണറായി വിജയൻ തയ്യാറല്ല എങ്കിൽ മാത്രമായിരിക്കും മറ്റു പേരുകൾ പാർട്ടി പരിഗണിക്കുക. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കും. നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. TV പ്രസാദ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരെന്നുള്ളത് അതെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഒരു താല്പര്യമാണ് പ്രധാനം. ഇപ്പോൾ ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് MP ഗോവിന്ദനോട് ചോദിച്ച സമയത്തും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. കേരള ഘടകത്തിൽ ആ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയൊരു തോൽവിയാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തോൽവിയാണ് CPM നേരിട്ടത്. വെറും 26 സീറ്റുകൾ മാത്രമാണ് അവർക്കുള്ളത്. 66 സീറ്റിൽ നിന്നാണ് 26ലേക്ക് ഒറ്റയടിക്ക് ചുരുങ്ങിപ്പോയത്. 35 സീറ്റ് മാത്രമാണ് LDF മുന്നണിക്കാകെയുള്ളത്. ഈ മുന്നണികളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെയൊക്കെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലടക്കം MP ഗോവിന്ദനെ, പിണറായി വിജയന് CPM-ന്റെ ഒരു സംഘടനാ ശൈലിക്കൊക്കെ വലിയ വിമർശനം ഏൽക്കേണ്ടി വന്നു. പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ ഒരു സർവാധികാരമാണ് ഈ ഒരു വലിയ തോൽവിക്ക് കാരണമെന്ന് പോലും CPI പോലും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടു. TV പ്രസാദിലേക്ക് പോകാം. പ്രസാദ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഒരു വലിയൊരു തോൽവിക്ക് പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറം നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ഓരോ തവണ മാധ്യമങ്ങൾ പോകുമ്പോൾ നമുക്ക് പിന്നെ കാണാം, സെക്രട്ടറിയോട് ചോദിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു വിശദമായ ഒരു ചർച്ച ഈ സംസ്ഥാന തല യോഗങ്ങളിൽ CPM-നുള്ളിൽ ഇന്നു മുതൽ അടുത്ത ദിവസങ്ങളിലേക്ക് മുന്നോട്ടുണ്ടാകുമോ? ഒരു തിരുത്തലുണ്ടാകുമോ? അതോടൊപ്പം അദ്ദേഹം ഇന്നലെ പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഇല്ല എന്നൊരു സൂചന കൂടി അത് നൽകുന്നുണ്ടോ? ഉറപ്പായുമുണ്ട് ഷിഹാസെ. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലെ ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറി എന്നുള്ളതാണ്. പക്ഷെ വാടക വീട്ടിലേക്ക് മാറി എന്നതുകൊണ്ട് മാത്രം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. നമുക്കറിയാവുന്നതുപോലെ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കന്റോൺമെന്റ് ഹൗസ് ആണെങ്കിൽ അത് നന്നാക്കി എടുക്കാനൊക്കെ ഒരു സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ചിന്താ ഫ്ലാറ്റിൽ താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായ ചർച്ച ഇന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പ്രധാനപ്പെട്ട സർക്കാരിനും പാർട്ടിക്കും പറ്റിയ വീഴ്ചകളെല്ലാം തുറന്നു കാട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേതാക്കളെല്ലാം ആ കാര്യത്തിൽ അഭിപ്രായം പറയുകയും ചെയ്യും.